يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين أما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ പള്ളിയിൽ ഒരുമിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടൊപ്പം അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗീയ പൂങ്കാവനത്തിലും നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങളെല്ലാം കാരുണ്യവാരിധിയായ തമ്പുരാൻ നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, കാരണവന്മാർ, കൂടപ്പിറപ്പുകൾ, കൂട്ടുകുടുംബാദികൾക്കെല്ലാം പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാൻ മഗ്ഫിറത്ത് നൽകി പരലോകം സ്വർഗതുല്യമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ബാക്കി ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും ആ ജീവിതം ഏത് സമയത്താണോ പരിപൂർണമാകുന്നത് അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് ത്വയ്യിബ ചൊല്ലി മരണപ്പെടുവാനും നാഥൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് ദുനിയാവിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ സമ്പത്തിനെയും സൗകര്യങ്ങളെയും ഒക്കെ മാത്രമാണ് ചിലപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹമായി എണ്ണാറുള്ളതും കണക്കാക്കാറുള്ളതും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചില വേളകളിൽ പറയാറുണ്ട്, അല്ലാഹു ഇന്നയാൾക്കൊരു സമ്പന്നനെ പറ്റി പറയുമ്പോൾ പറയും, അല്ലാഹു ഇന്നയാൾക്ക് വല്ലാത്ത അനുഗ്രഹങ്ങൾ നൽകി, എനിക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ല എന്നൊരു ദരിദ്രൻ ഒരു സമ്പന്നനെ തുലനം ചെയ്ത് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അല്ലാഹു തആല നൽകിയിട്ടുള്ളതിൽ ഒരിക്കലും വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് ഒരു മനുഷ്യന്റെ ജീവിതം, ജീവൻ, ആയുസ്, ആഫിയത്ത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് മനുഷ്യന്റെ ജീവൻ നിലനിർത്താനായി ചികിത്സക്ക് വേണ്ടി തയ്യാറാകുന്നത്. വളരെ വലിയ അപകടങ്ങളോ രോഗങ്ങളോ ഒക്കെ പറ്റിയിട്ടുള്ള ആളുകൾ പിന്നീട് ജീവിതത്തിൽ പഴയ പോലെയുള്ള ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞാൽ തന്നെയും
നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ജീവൻ നിലനിർത്താനായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് പതിവ്. അത് ആ ജീവന്റെ അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തരമായ അനുഗ്രഹമാകുന്ന ജീവൻ എന്നുള്ള ആ വസ്തുവിലേക്ക് നോക്കിയിട്ടാണ്. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തായി നമ്മുടെയൊക്കെ കേരളത്തിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ നിസ്സാരമായ സംഗതികളുടെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കഥകളാണ്, വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയിൽ തോറ്റതിന്റെ പേരിലോ അല്ലെങ്കിൽ കച്ചവടത്തിൽ പരാജയപ്പെട്ടതിന്റെ പേരിലോ വലിയ ഭീമമായ കടബാധ്യതകൾ വന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഉണ്ടായേക്കാവുന്ന രോഗത്തിന്റെ പേരിലോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ചകളും കഥകളും സംഭവങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൊട്ടടുത്ത ആഴ്ചയിൽ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരൻ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. വിഷയത്തിലേക്ക് അവിടത്തേക്ക് വരുന്നതിന് മുൻപ്, ഒരു മനുഷ്യൻ സ്വന്തമായി ജീവിതം അല്ലെങ്കിൽ മനഃപൂർവ്വം ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗതിയാണ്, നിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത രീതിയിൽ മുറിച്ചു കളയൽ പോലും ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗതിയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, സുന്നത്ത് കല്യാണം, മാർക്ക കല്യാണം, അത് പുരുഷന്മാർക്ക് വേണ്ടി ദീനുൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ മുറിച്ചു മാറ്റുവാനോ മുറിച്ച് കളയാനോ വേണ്ട, ആവശ്യമില്ലാത്ത രീതിയിൽ ആവശ്യമില്ലാത്തപ്പോൾ മുറിച്ചു കളയാനോ ഒന്നും പാടുള്ളതല്ല, അനുവദനീയമല്ല. പിന്നെങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു ജീവൻ തന്നെ അവസാനിപ്പിക്കാനുള്ള അനുവാദം പരിശുദ്ധമായ ദീൻ നൽകുന്നത്? അത് ദീനും നൽകിയിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടേ ഇല്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോ, രോഗങ്ങൾ ഉണ്ടാകുമ്പോ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. കാരണം മുൻകാല ചരിത്രങ്ങളിലേക്ക് നാം ഒന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ജീവിച്ചതായ ഏറ്റവും വലിയ ദൗത്യത്തിന് തയ്യാറായിട്ടുള്ളതായ അംബിയാ മുർസലുകൾ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്, ഏറ്റെടുത്തവരാണ്. അവര് പോലും ജീവിതത്തിൽ പതറി നിന്നപ്പോ, വിഷമിച്ചു നിന്നപ്പോ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പന അതേപോലെ തന്നെ നിറവേറ്റിയവരാണ് അവരെല്ലാവരും. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലാ തുൽഖൂ ബിഐദിയകും ഇലത്തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. വലാ തുൽഖൂ ബിഐദിയകും ഇലത്തഹ്ലുക, നിങ്ങൾ നാശത്തിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ നന്മ ചെയ്യുന്നവരാകണം. വഅഹ്സിനൂ, നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും വിജയപരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും വഅഹ്സിനൂ, നിങ്ങൾ നന്മ ചെയ്യുന്നവരായി മാറണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. കാരണം നന്മ ചെയ്യുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത പിരിശമാണ്, നന്മ ചെയ്യുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത പ്രേമമാണ്, നന്മ ചെയ്യുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടം അല്ലാഹു കാണിക്കുന്നത് ദുനിയാവിൽ വെച്ചാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ദുനിയാവിൽ വെച്ച് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് വല്ലാത്ത പരീക്ഷണങ്ങളുടെ കൂടാരമായിരിക്കും. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കണ്ട. പടച്ചവന്റെ യഥാർത്ഥ സ്നേഹം കാണിക്കുന്നത് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ ആ മഹ്ശറയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു പോകണ്ട. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നമ്മൾ നന്മ ചെയ്യുന്നവരാകണം, സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം അല്ലാഹുവിന് വഴിപ്പെട്ടവരായി മാറണം. നമുക്കറിയാം, ഒരു സംഭവം പറയട്ടെ നിങ്ങളടുക്കൽ. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് ഈ കേരളത്തിലുണ്ടായ ഒരു സംഭവമാണ്. വിവാഹം കഴിഞ്ഞ് കുറെ നാളുകളായി കുട്ടികളുണ്ടാകാത്ത ഒരു ദമ്പതിമാർ
വർഷങ്ങളോളം കാത്തിരുന്നൊരു കുഞ്ഞുണ്ടായി, ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുണ്ടായി ആ കുട്ടിയെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഒരു ആശുപത്രി കേസുമായി കുട്ടിയുമായി ആശുപത്രിയിലേക്ക് ചെന്നപ്പോ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ പറയുകയാണ്, ഈ കുട്ടിക്ക് ക്യാൻസർ ആണത്രേ. കുട്ടിയുടെ ആ ഇളം പ്രായത്തിൽ തന്നെ മാരകമായ രോഗം ആ കുട്ടിക്ക് പിടിപെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഈ ദമ്പതിമാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുട്ടിയുടെ ഉമ്മക്കും ബാപ്പക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം സമ്പത്തില്ലാത്തതിന്റെ പേരിലല്ല, ചികിത്സിക്കാൻ വകയില്ലാത്തതിന്റെ പേരിലല്ല, വർഷങ്ങളോളം കാത്തിരുന്നിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളതായ വരദാനമാകുന്ന മക്കൾ ആ കുഞ്ഞിന് മാരകമായ രോഗമാണ്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമാണ്. ഇനി അതിന്റെ ചികിത്സകൾ വേണം. ഇനി ചികിത്സിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ ഖദർ ഖദാ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ലാളിച്ചു തീരുന്നതിന് മുൻപേ തങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ അവരെങ്ങനെ ആശുപത്രി റൂമിൽ വിശ്രമിക്കുമ്പോ പിറ്റേന്ന് നഴ്സ് വന്ന് വാതിലിൽ മുട്ടുമ്പോൾ സുബ്ഹാനല്ലാഹ് വാതിൽ തുറക്കുന്നില്ല. വാതിലിന്റെ താക്കോൽ പഴുതിലൂടെ നോക്കുമ്പോ ആ ആശുപത്രി കിടക്കയിൽ 3 ശവശരീരങ്ങൾ കവിഴ്ന്നു കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലും നമ്മൾക്ക് ഒരു കാരണവശാലും റബ്ബിനെ മറക്കാൻ പാടില്ല. പ്രതിസന്ധിയിലാകട്ടെ സന്തോഷത്തിലാകട്ടെ നമ്മൾ അല്ലാഹുവിനെ മറക്കാനോ അല്ലാഹുവിൽ നിന്നും അകലാനോ പാടുള്ളതല്ല. റബ്ബിലേക്ക് അടുക്കലാണ് ഏറ്റവും വലിയ രക്ഷാമാർഗം. റബ്ബിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഉടനെ തന്നെ താടിയൊക്കെ വളർത്തി തലപ്പാവ് ധരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് തസ്ബീഹമാലയും എടുത്ത് പള്ളിയിൽ ഭജന ഇരിക്കണമെന്നാണോ? അല്ല. അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ പരമപ്രധാനമായും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്. പടച്ചവനിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ തസ്ബീഹമാലയെടുത്ത് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പള്ളിയിലിരിക്കലോ വീട്ടിലിരിക്കലോ ജോലിക്ക് പോകാതിരിക്കലോ ഒന്നുമല്ല. കച്ചവടം ചെയ്യണം, ബിസിനസ് ചെയ്യണം, ജോലി ചെയ്യണം, കുടുംബം നോക്കണം. സ്വഹാബത്തുൽ കിറാമെല്ലാം ഈ ലോകത്ത് വന്നിട്ടുള്ള ഏറ്റവും ഒന്നാമതായ ആളുകളാണല്ലോ. അവരൊക്കെയും ബിസിനസ്സുകാരുണ്ടായിരുന്നു, കൃഷിക്കാരുണ്ടായിരുന്നു, കുടുംബജീവിതം നയിച്ചവരുണ്ടായിരുന്നു, ഇൽമു പഠിച്ചവരുണ്ടായിരുന്നു. അതിനർത്ഥം അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതിന്റെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഹറാമാണെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കലാണ് റബ്ബിലേക്ക് അടുക്കുന്നതിന്റെ ഒന്നാമത്തെ മാർഗം. രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമെന്ന് വിചാരിക്കുന്ന തസ്ബീഹമാലയെടുത്ത് വെള്ളവസ്ത്രം ധരിച്ച് ജോലിക്ക് പോകാതെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹിയുമായി കഴിഞ്ഞുകൂടുന്ന ജീവിതം അത് അവസാനം സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇജ്തിനാബുൽ ഹറാം, ഹറാമുകളെ ഒഴിവാക്കലാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ദമ്പതിമാർക്ക് ജീവിതത്തിൽ വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടിയ ആ കുട്ടിക്ക് രോഗമാണ്, ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. അവരെ മാനസികമായി തളർന്നുപോയി. അവരെല്ലാവരും തന്റെ മകളില്ലാതെ, തന്റെ കുട്ടിയില്ലാത്ത ഈ ലോകത്ത് ഇനി സമ്പത്തുണ്ടായിട്ടെന്ത് കാര്യം, സൗകര്യമുണ്ടായിട്ടെന്ത് കാര്യം, ഞങ്ങൾക്കും ഇനി ജീവിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്കും വിഷം നൽകി. ആ ദമ്പതിമാരും വിഷം കുടിച്ചു മരിച്ചു അത്രേ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ ചികിത്സിക്കാൻ പോകുന്നവർക്കൊക്കെ അറിയാം, ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് ചെല്ലണം. നമ്മളൊക്കെ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ഈ നെട്ടോട്ടത്തിനിടയിൽ പലതും മറന്നു പോവുകയും പലതും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഒരു 3 മാസത്തിലോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഒരു ദിവസം നമ്മൾ തയ്യാറാക്കി തെരഞ്ഞെടുത്തിട്ട് ഈ ആശുപത്രികളിലേക്കും അതുപോലെയുള്ള ഡേ കെയറുകളിലേക്കൊക്കെ നമ്മൾ ചെന്ന് നോക്കണം. നമ്മുടെ തൊട്ടടുത്തുണ്ടല്ലോ പീസ് വാലി, അവിടെ ഒന്ന് ചെന്ന് നോക്കണം, അവിടെ ഒന്ന് ചെന്ന് കാണണം. മനസ്സിലെ ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കും. ഏത് ഭാരങ്ങൾ? നമ്മുടെ അസൂയയും നമ്മുടെ കുശുമ്പും നമ്മുടെ അഹങ്കാരവും ഒക്കെ നിറഞ്ഞ് നമ്മുടെ ഹൃദയം ഇങ്ങനെ ഭാരത്തോട് കൂടി നിൽക്കുമ്പോ ആ ഭാരങ്ങളൊക്കെ ഇറക്കുവെക്കാൻ നമുക്ക് അത്തരത്തിലുള്ളതായ സാഹചര്യങ്ങൾ കാരണമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്താണ് സംഭവിക്കുന്നത്? ഹബീബായ നബിയുനാ റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദമായ ഒരു ഹദീസ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദമാണെങ്കിൽ, അതായത് ഒരുപാട് വാക്കുകൾ ഉള്ളതാണെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. കാരണം നബി തങ്ങൾ സംസാരിക്കുന്നത് മുഖ്തസറായിട്ടാണ്, വളരെ രത്നച്ചുരുക്കമായിട്ടാണ്, വളരെ വലിയ അർത്ഥങ്ങളുള്ള കൊച്ചു കൊച്ചു വാക്കുകളാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കാറുള്ളൂ. അരമണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് പ്രസംഗം പറഞ്ഞു കൊടുക്കുകയോ ക്ലാസ് എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രമാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന വിശദമായ ഒരു ഹദീസ്. ഈ ഹദീസിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദതുഹു ബിയദിഹി യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ ഫീഹാ അബദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു കത്തിയെടുത്തിട്ട് അവന്റെ വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കി ആത്മഹത്യ ചെയ്താൽ, ഒരു ആയുധം കൊണ്ട് അവന്റെ ശരീരം കുത്തിയിറക്കിയിട്ട് ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് ആത്മഹത്യ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫീ നാരി ജഹന്നമ, അവൻ ആ നരകത്തിലാണ്. പ്രിയമുള്ളവരെ, അവൻ അല്ലാഹുവിന്റെ അദാബാകുന്ന നരകത്തിലാണെന്ന് മാത്രമല്ല, ഖാലിദൻ മുഖല്ലദൻ ഫീഹാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പദപ്രയോഗം ഗൗരവമുള്ളതാണ്, പേടിക്കേണ്ടതാണ്. ആ നരകത്തിലാണെന്ന് മാത്രമല്ല, ഖാലിദൻ ശാശ്വതമാണെന്ന് മാത്രമല്ല, മുഖല്ലദൻ അബദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ കാലാകാലം ആ നരകത്തിലാണെന്ന് മാത്രമല്ല, അവൻ ആ ദുനിയാവിൽ വെച്ച് ഏത് അവസ്ഥയിലാണോ ജീവിതം അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ നരകത്തിലും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദുനിയാവിൽ വെച്ചുള്ളതായ മരണത്തിന്റെ വേദന നമ്മളൊക്കെ ഇനി അനുഭവിക്കാനിരിക്കുന്ന, നിർബന്ധമായും ഒരു മനുഷ്യനും അനുഭവിക്കാനിരിക്കുന്ന വേദനയാണ്. ഓരോ മനുഷ്യനും അനുഭവിക്കാനിരിക്കുന്ന വേദനയാണ് മരണവേദന. സഹിക്കാൻ കഴിയുന്ന വേദനയല്ല പ്രിയമുള്ളവരെ. ഒരു മനുഷ്യന്റെ അമലുകളുടെ മുൻതൂക്കം പോലെയാണ്, സൽക്കർമ്മത്തിന്റെ മുൻതൂക്കം പോലെയാണ് അവന്റെ മരണത്തിന്റെ വേദന. സൽക്കർമ്മിയാണോ മരണവേദന ലഘുവായിരിക്കും, ദുഷ്കർമ്മിയാണോ അവന്റെ മരണവേദന വല്ലാത്ത കഠിനമായിരിക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? പുന്നാര നബി തങ്ങൾ പോലും മരണത്തിന്റെ വേളയിൽ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ തങ്ങളോട്, ആയിഷാ ബീവിയോട് പറഞ്ഞില്ലേ, ആയിഷാ ഇന്നലിൽ മൗതി ലസക്കറാത്ത്. ആയിഷാ, മരിക്കാൻ വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് ഹബീബായ തങ്ങൾ പോലും പറഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ നന്മകൾ എത്രത്തോളം ഉണ്ടെന്നും ഇപ്പൊ തന്നെ ചിന്തിച്ചാൽ നമ്മുടെ മരണവേദന എത്രമാത്രം ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാവും. അല്ലാഹു തആല നമുക്ക് ലഘൂകരിച്ചു നൽകുമാറാകട്ടെ. അങ്ങനെ ആ മരണവേദനയുടെ 1000 മടങ്ങ് മരണവേദനയുമായി ആത്മഹത്യ ചെയ്ത മനുഷ്യൻ നരകത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു. തങ്ങൾ പറഞ്ഞു നിർത്തിയിട്ടില്ല, വമൻ ശരിബ സുമ്മൻ ഖതല നഫ്സഹു, ഒരാൾ വിഷം കുടിച്ചു മരിച്ചു, ഫഖതല നഫ്സഹു, വിഷം കുടിച്ച് സ്വന്തം ശരീരത്തിനെ കൊന്നുകളഞ്ഞു, ആത്മഹത്യ ചെയ്തു. എന്നാൽ നരകത്തിലെ കഠിനമായ 1000കണക്കിന് മടങ്ങ് പവറുള്ള വിഷം കുടിച്ചുകൊണ്ട്, വിഷം കുടിക്കണ്ടെന്ന് വിചാരിച്ചാലും നരകത്തിലുള്ളതായ മലക്കുകൾ അവന്റെ വായിലേക്ക് നിർബന്ധപൂർവം 10 മടങ്ങ് വീര്യമുള്ള ആ വിഷം ഒഴിച്ചു കൊടുത്തുകൊണ്ട് അവനെ കൊന്നുകൊണ്ടിരിക്കുമെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കൊലപാതകം അത് വൻപാപമാണ്. സ്വന്തം ശരീരത്തിനെയാണെങ്കിലും വൻപാപമാണ്. ഒരുത്തൻ കള്ള് കുടിച്ചു, ഒരു വിഷയം മനസ്സിലാക്കണം, ഒരുത്തൻ കള്ള് കുടിച്ചു, ഒരുത്തൻ വ്യഭിചരിച്ചു പോയി. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവനൊരു ചാൻസ് ഉണ്ട് തൗബ ചെയ്യാൻ. അവന്റെ ആ പാപം അല്ലാഹു മാപ്പാക്കാനുള്ള ചാൻസ് അവനുണ്ട്.
എന്നാൽ ഒരുത്തൻ മരണമെന്ന് പറയുന്ന വൻപാപമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എവിടെയാണ് അവന് പശ്ചാത്തപിക്കാൻ അവസരം? അവന്റെ അവസരം അവിടെ തീർന്നുപോയി. അവനെ പിന്നെ ഒരിക്കലും, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. എത്ര വലിയ നമസ്കാരക്കാരനാണെങ്കിലും, എത്ര വലിയ ഹജ്ജ് ചെയ്തവനാണെങ്കിലും, എത്ര വലിയ ഖുർആൻ ഓതുന്നവനാണെങ്കിലും, എത്ര സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവനാണെങ്കിലും ആത്മഹത്യ ചെയ്തു പോയാൽ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ അബദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു കാലത്തും രക്ഷയില്ലാത്ത വിധത്തിൽ അവൻ ആ നരകത്തിൽ കഴിയേണ്ടി വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ വരുമ്പോ ജീവിതം അവസാനിപ്പിക്കൽ ഒരിക്കലും ഒരു മാർഗമല്ല. ബഹുമാനപ്പെട്ട മറിയം അലൈഹിമസ്സലാത്തു വസ്സലാം, മറിയം ബീവി ഒരു പെണ്ണ്, കേവലം ഒരു പെണ്ണ്, ഭർത്താവില്ലാതെ കല്യാണം കഴിയാതെ ഗർഭിണിയായി കഴിഞ്ഞ് വയറ് വീർത്തു ആളുകൾ കാണാതെ രഹസ്യമായി വച്ച് അവസാനം ആ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആളുകളൊക്കെ വന്നിട്ട് മറിയം ബീവിയോട് ചോദിക്കുകയാണ്, അല്ലയോ മറിയം, യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരിയെ, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിന്റെ വാപ്പ ഒരു മോശക്കാരനല്ലല്ലോ, നിന്റെ പിതാവ് ഈ നാട്ടിലൊരു മോശമായ കാര്യവും കേൾപ്പിച്ചിട്ടില്ല. മാത്രമല്ല വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ ഉമ്മയും മോശ സ്ത്രീയല്ല, നല്ല കുടുംബമാണല്ലോ നിന്റേത്, പിന്നെ നിനക്കെന്ത് പറ്റിപ്പോയി എന്ന് മറിയം ബീവി അലൈഹിമസ്സലാത്തു വസ്സലാമിനോട് നാട്ടുകാർ ചോദിക്കുകയാണ്. മറിയം ബീവിയുടെ നാട്ടുകാർ ചോദിക്കാൻ, നിന്റെ വാപ്പായും ഉമ്മായൊക്കെ നല്ലവരാണ്, ഹാറൂൻ എന്ന് പറയുന്ന പ്രവാചകന്റെ സഹോദരിയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നിനക്കിതെന്തു പറ്റിപ്പോയി മറിയം എന്ന് ചോദിക്കുമ്പോഴും മറിയം ബീവി അലൈഹിമസ്സലാത്തു വസ്സലാം അവിടെ തന്റെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കലും ആ നാട് വിട്ടു പോവുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പ്രതിസന്ധികളിൽ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ശരീരത്തിൽ കുഷ്ഠം വന്ന് മാംസങ്ങളെല്ലാം പുഴുവരിച്ചിങ്ങനെ ചാടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴും ജീവിതം അവസാനിപ്പിച്ചില്ല. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയാണ് ജീവിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന ഉദ്ദേശം, അള്ളാഹുവിലേക്ക് മടങ്ങൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഹറാമുകളിൽ നിന്നും ഒഴിവാകലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഇന്നിപ്പോ നമ്മുടെയൊക്കെ ഈ കേരളത്തിൽ വല്ലാതെ കൂടി വരുന്ന സംഗതിയാണ്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വല്ലാതെ കൂടി വരുന്ന ഒരു പ്രശ്നമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഒന്നാമതായി ഞാൻ പറയട്ടെ, സ്ത്രീധനത്തിന്റെ പേരിലാണ് ഇന്ന് പല സ്ത്രീകളും പല പെൺകുട്ടികളും കാണാൻ അഴകുള്ള, നല്ല കുടുംബമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പെൺകുട്ടികളൊക്കെ ഇന്ന് മരിച്ചു ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം സ്ത്രീധനമാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, MBBS പഠിക്കുന്ന, മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി തന്നെ സ്നേഹിക്കുകയും താനുമായി അടുപ്പം കൂടുകയും തന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ സ്ത്രീധനത്തിന്റെ തുക അളവ് കുറഞ്ഞുപോയി, അതുകൊണ്ട് നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും പണം മതി, ഞാനിതാ പോവുകയാണെന്ന് പറഞ്ഞ് ഒരിപ്പെഴുതി വെച്ച് ആ നല്ല പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുട്ടികൾ, നമ്മുടെയൊക്കെ പെൺമക്കൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന പല സഹോദരിമാരും പല കുടുംബങ്ങളും ഇത്തരത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ നമ്മൾ ഒരിക്കലും മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവുക. നമ്മുടെയൊക്കെ പെൺകുട്ടികളെ ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തു വിടേണ്ടത്? സമ്പത്തുള്ള വീട്ടിലേക്കാണോ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ദീൻ നോക്കണമെന്ന്, പെൺകുട്ടിയുടെ ദീൻ നോക്കണമെന്ന് പറയുമ്പോഴും അവിടെ ആണിന്റെ ദീനും നമ്മൾ നോക്കണം. വിദ്യാഭ്യാസവും സമ്പത്തും സൗകര്യങ്ങളൊന്നും വേണ്ടെന്നല്ല. ദീനുള്ള പുരുഷനാണെങ്കിൽ, ഒരിക്കൽ ഒരു മഹാനായ പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹോദരൻ ചോദിക്കുകയാണ്, ഞാൻ എന്റെ മകളെ ആർക്കാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ദീനുള്ള, മതചിട്ടയുള്ള, മത അറിവുള്ള ഒരു പുരുഷനെ നീ വിവാഹം ചെയ്തു കൊടുക്കണം. എന്നാൽ ആ കുട്ടിയിൽ, നിന്റെ മകളിൽ അവന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി കണ്ടാൽ അവനത് ക്ഷമിക്കുകയും അവളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യും.
ഇനി അവളിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടാലോ അതിൽ അവൻ സന്തോഷിക്കുകയും പടച്ചവന് ശുക്ർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ദീനീ ബോധമുള്ള ചെറുപ്പക്കാർക്ക് നമ്മുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു വിടണം. നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചിലപ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നല്ല നല്ല പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മഹലിലൊക്കെ താമസിപ്പിച്ചിട്ട് ആ കുട്ടിയോടൊക്കെ വളരെ അക്രമപരമായ രീതിയിലുള്ളതായ സമീപനങ്ങൾ എടുക്കുന്ന ഭർത്താക്കന്മാർ ചെറുപ്പക്കാരൊക്കെ ഉണ്ടാകും. ഒരിക്കലും ചെയ്തുകൂടാ. നമ്മൾ ഒരിക്കലും അതിന് സമ്മതിക്കാൻ പാടില്ല. മഹല്ല് സംവിധാനത്തിൽ കൃത്യമായി അതിനൊരു പ്രവർത്തനം ഉണ്ടാകണം. ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ അയിരൂർ പാടത്ത് വന്ന് അങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുട്ടി എന്നാൽ വേറൊരു വീട്ടിൽ നിന്നും വേറൊരു നാട്ടിൽ നിന്നും വന്ന കുട്ടിയാണ്. ആ കുട്ടി നമ്മുടെ നാട്ടിൽ വന്ന് വേറൊരുത്തന്റെ ഉപദ്രവങ്ങൾ കഴിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവളല്ല എന്ന ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മുടെയൊക്കെ നാടിൽ കൃത്യമായി അതിന് പ്രവർത്തിക്കുന്ന സെല്ലുകൾ, കൃത്യമായ സംഘങ്ങൾ രൂപപ്പെടണം. ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാനും അതിന് സമാധാനം കണ്ടെത്താനും നമ്മൾ തയ്യാറാകണം. അല്ലാതെ അതിപ്പോ അയൽവക്കത്താണല്ലോ അത് അവരങ്ങനെ ജീവിച്ചാലും ഒച്ചപ്പാട് ബഹളമാണ്, അങ്ങോട്ട് നോക്കണ്ട എന്ന സമീപനമാണ് നമുക്കുള്ളത് എങ്കിൽ പടച്ചവന്റെ അദാബ് താമസം വിന നമുക്കൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കാരണവശാലും നമ്മുടെ ഒന്നും നാട്ടിൽ ഇത്തരത്തിൽ ഒരു ഭർത്താവിന്റെ അക്രമം കാരണമായി ഒരു പെൺകുട്ടിയും കരയാൻ പാടില്ല, കണ്ണുനീര് ചാടാൻ പാടില്ല. മഹാനായ ഒരു പണ്ഡിതൻ പറഞ്ഞതുപോലെ സമുദ്രത്തിലെ വെള്ളമുണ്ടല്ലോ, സമുദ്രത്തിലെ വെള്ളം ആ വെള്ളത്തിനേക്കാൾ കൂടുതലാണ് മനുഷ്യന്റെ കണ്ണുനീര് എന്ന്. ആ വെള്ളത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണ് മനുഷ്യന്റെ കണ്ണുനീര്. മനുഷ്യൻ അത്രമാത്രം കരയുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞത്. നമ്മളൊക്കെ സന്തോഷിക്കുമ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ കടലിനേക്കാൾ, കടൽ വെള്ളത്തിനേക്കാൾ വ്യാപ്തിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ദുനിയാവിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയും നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ ഒരു കാരണവശാലും സങ്കടപ്പെടാൻ പാടില്ല. ആ ഒരു നിശ്ചയദാർഢ്യം നമ്മൾ എടുക്കണം, നമ്മൾ സ്വന്തമായി ഏറ്റെടുക്കണം. അപ്പോ ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ വിഷയം കുട്ടികൾക്കൊക്കെ നമ്മൾ വാത്സല്യത്തോടുകൂടി ഒരു 10-12 വയസ്സാകുമ്പോഴേക്കും നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ചെറുപ്പത്തിലേ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കും. നമ്മളെല്ലാവരും ചെയ്യുന്ന സംഗതിയാണ്, നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന സംഗതിയാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുക. ഈ കഴിഞ്ഞ ആഴ്ച 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തത് ഉമ്മ മൊബൈൽ വാങ്ങി വെച്ചതിന്റെ പേരില. ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിലോ വസ്ത്രം വാങ്ങി കൊടുക്കാത്തതിന്റെ പേരിലോ സ്കൂളിൽ വിടാത്തതിന്റെ പേരിലോ ഒന്നുമല്ല. ഉമ്മ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന്റെ പേരിൽ ഈ കുട്ടി ബാത്റൂമിൽ കയറി വാതിലടിച്ച് തോർത്ത് കഴുത്തിൽ ചുറ്റി ആത്മഹത്യ ചെയ്തു അത്രേ. ഈ കുട്ടിക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള കുട്ടിക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്താൽ ശരിയാകും എന്ന ബോധം വന്നത്? അതവർ കാണുന്ന കാർട്ടൂണുകൾ, യൂട്യൂബിലും ഫേസ്ബുക്കിലും മൊബൈലിലും ഒക്കെ കാണുന്ന കാർട്ടൂണുകൾ, അതൊക്കെയാണ് കുട്ടികളെയൊക്കെ അത്തരത്തിലുള്ളതായ അക്രമ സ്വഭാവത്തിലേക്ക് നയിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ താലോലിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ ഇത്തരത്തിലുള്ളതായ അപകടമുള്ള ഒരു ഉപകരണം, ഇത്രമാത്രം അപകടകരമായ ഒരു ഉപകരണം ഈ ദുനിയാവിൽ നിന്ന് വേറെയില്ല എന്ന് തന്നെ പറയാം. പിന്നെ എന്താണ് ഇതിനൊരു പോംവഴി? നമ്മുടെയൊക്കെ വീടുകളിൽ വലിയൊരു വില്ലനായി മാറിയിരിക്കുന്ന ഒരു സംഗതിയാണ് മൊബൈൽ ഫോൺ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരങ്ങൾ കുറവ്, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള സംസാരം കുറവ്, ജ്യേഷ്ഠാനുജന്മാരും കൂടപ്പിറപ്പുകളുള്ളതായ സംസാരങ്ങൾ നേർക്കുനേർ കാണുമ്പോൾ മിണ്ടാൻ കഴിയണില്ല. എല്ലാവർക്കും മൊബൈലാണ്. മൊബൈൽ ഫോൺ ഒരു വില്ലനായി മാറിയിരിക്കുകയാണ്. എന്താണ് പിന്നെ അതിനൊരു പോംവഴി? എന്താണൊരു പോംവഴി? ഈ അടുത്ത് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞൊരു പരാതി. കൊച്ചു വീട്ടിൽ വന്നാൽ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കല, സ്കൂളിലെയും പഠിക്കലില്ല, മദ്രസയിലും പഠിക്കലില്ല. ഉസ്താദ് ഒന്ന് പേടിപ്പിക്കണം. എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ്. ഉസ്താദ് ഒന്ന് ശകാരിക്കണം, അവനെ ഒന്ന് വഴക്ക് പറയണം, കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞു കൊടുക്കണമെന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ 15,000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കൊടുത്തയാൾ ഞാനല്ല.
ആ മൊബൈലിൽ സിം ഇട്ട് കൊടുത്തയാൾ ഞാനല്ല, മൊബൈലിൽ നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്തയാൾ ഞാനല്ല. ഇതെല്ലാം വാങ്ങിക്കൊടുത്ത പിതാവിന് നിനക്ക് ആ മൊബൈൽ എടുത്തു വെക്ക് എന്ന് പറയാനുള്ള ആംബിയർ ഇല്ലാതെ പോയി എന്നുള്ളിടത്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൊബൈൽ വാങ്ങിക്കൊടുക്കുകയും നെറ്റ് ചാർജ് കൊടുക്കുകയും ഒക്കെ ചെയ്തു കൊടുത്ത പിതാവിന് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് മദ്രസയിലെ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകൻ ആ മൊബൈലിനെ സംബന്ധിച്ച്, മൊബൈൽ ഉപയോഗത്തെ സംബന്ധിച്ച് കുട്ടിയെ ബോധവാനാക്കണമെന്ന് പറയുമ്പോൾ എത്രമാത്രം അബദ്ധജടുലമായ ഒരു സംസാരമാണത്. പിതാവ് തന്നെയാണ് നോക്കേണ്ടത്. ഇനി എന്താണ് അതിനൊരു പരിഹാരം? നമുക്കൊക്കെ ചെയ്യാവുന്നൊരു സംഗതിയുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുകയും, നമ്മുടെയൊക്കെ വീട്ടിലുള്ള മൊബൈൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം സഞ്ചരിക്കുന്നത് എന്നാണ്. മൊബൈൽ ലബോറട്ടറി, മൊബൈൽ ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നത്, കൊണ്ടു നടക്കാലോ സാധനം. പണ്ടൊക്കെ വയർ കണക്ഷനും വീട്ടിലൊക്കെ വയർ കണക്ഷൻ ആയത് കൊണ്ടു നടക്കാൻ പറ്റൂല. അപ്പൊ ഈ മൊബൈൽ അത് കൊണ്ടു നടക്കാം, അതിന് ചാർജർ അതും കൊണ്ടു നടക്കാം. ബസ്സിലും കാറിലും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും അങ്ങനെ എല്ലായിടത്തും ഇത് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഉപയോഗം കുറക്കാൻ ചെയ്യേണ്ട ഒരു നടപടി, ഒരു 25% ബാറ്ററി ചാർജ് ആ മൊബൈലിൽ പാടുള്ളൂ. ഒരു 25% ബാറ്ററി ചാർജ് അതിൽ പാടുള്ള ഒരു സമയത്ത്, അതായത് നമ്മൾ യാത്ര പോകുമ്പോഴല്ല, വീട്ടിൽ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഒരു 25% ചാർജ് അതിന് പാടുള്ളൂ. അപ്പോൾ കുറച്ചു നേരം ഉപയോഗിക്കുള്ളൂ, പിന്നെ കുത്തിയിടും. എപ്പോഴും ആ ഒരു ചാർജ് ബാലൻസ് ചെയ്ത് പോകുകയാണെങ്കിൽ ആവശ്യത്തിന് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഒന്നിരിക്കും കുത്തിയിടും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വെക്കും. പിന്നെ ഏറ്റവും കുറഞ്ഞ ഡാറ്റ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴും നമ്മൾ മൊബൈൽ കുറച്ച് ഉപയോഗിക്കുള്ളൂ. ഒരു 1 GB ഡാറ്റ ആണെങ്കിൽ ഒരു 1/4 മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചിട്ട് അവിടെ എടുത്തു വയ്ക്കും. കാരണം ഈ സംഗതി തീർന്നു പോകാനും പാടില്ല, അടുത്തത് ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം കുറച്ചേ ഉപയോഗിക്കുള്ളൂ. ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് 2-3 ദിവസം ചെയ്തു നോക്കിയാൽ നമ്മുടെ മൊബൈൽ ഉപയോഗം, നമ്മുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ വീട്ടിലുള്ളവരുടെയും മൊബൈൽ ഉപയോഗം കുറയും. പല ബന്ധങ്ങളും വളരും, നമ്മുടെയൊക്കെ മക്കളും നന്നാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഈ പ്രതിസന്ധികളിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ആത്മഹത്യയിലേക്ക് കടന്നു പോകാതെ കൃത്യമായ ക്ലാസുകളും ഉത്ബോധനങ്ങളും ഒക്കെ